ഹലോ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോയിൽ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു യോക്ക് നെക്ക് ഡിസൈനാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ ടോപ്പിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ബ്ലാക്ക് കളർ പ്ലെയിൻ ക്ലോത്താണ്. അപ്പോൾ അതിൻ്റെ മേലേക്ക് ഒരു ഇക്കത്ത് പ്രിൻറ്റ് വരുന്ന ക്ലോത്തിലാണ് ഞാനിവിടെ നെക്ക് ഡിസൈൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം ഈ നെക്കിൻ്റെ പാറ്റേൺസ് എല്ലാം വരച്ചെടുക്കുന്നത് ഒരു ക്യാൻവാസ് ഷീറ്റിലാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ക്യാൻവാസ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തെടുത്തു. എന്നിട്ട് അതിൽ നെക്കിൻ്റെ വിഡ്ത്ത് ഒന്ന് മാർക്ക് ചെയ്യാണ്. 3 ഇഞ്ചാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ആ താഴേക്ക് ഒരു 6 ഇഞ്ച് കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതൊന്ന് ഷേപ്പാക്കിയിട്ട് വരച്ചു കൊടുക്കാം. ഇനി ഈ ഒരു ലൈനിൽ നിന്ന് 3 ഇഞ്ചാണ് ഈ ഒരു യോക്ക് നെക്കിൻ്റെ വിഡ്ത്തായിട്ട് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് താഴേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് ഈ ഒരു കോർണർ മാത്രം ഒന്ന് ഷേപ്പാക്കിയിട്ട് വരച്ചെടുക്കാം. ഈ ഒരു ടോപ്പ് വരുന്നത് ഒരു പ്ലെയിൻ ആയിട്ടുള്ള റയോണിൻ്റെ ഒരു ഫാബ്രിക്കാണ്. അപ്പോൾ അതിലേക്ക് അതായത് മാച്ചായിട്ടുള്ള റെഡ് കളർ ഇക്കത്ത് ഫാബ്രിക്കാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ ഒരു ക്യാൻവാസ് നമുക്കൊന്ന് ഈ ഒരു ഫാബ്രിക്കിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അതിനുശേഷം ഈ എക്സ്ട്രാ വരുന്ന പീസുകളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ അരികൊന്ന് ഈ ക്യാൻവാസിലേക്കൊന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഇതിൻ്റെ സെൻറ്റർ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ചെറിയൊരു കട്ടിട്ട് കൊടുത്തിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. ഇനി നമുക്കിത് ടോപ്പിൻ്റെ ഫ്രണ്ട് പാർട്ടായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് രണ്ടിൻ്റെയും സെൻറ്റർ ഒരുമിച്ച് വരുന്ന രീതിയിലാണ് വെച്ച് കൊടുക്കുന്നത്. ഇത് ടോപ്പിൻ്റെ കുർത്തിയുടെ ഫ്രണ്ടിൻ്റെ റോങ് സൈഡിലേക്ക് ഇതിൻ്റെ റൈറ്റ് സൈഡ് വരുന്ന രീതിയിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിന് ശേഷം ഈ ക്യാൻവാസ് ഇല്ലാത്ത ഈ ഒരു ഭാഗമല്ല നമ്മൾ നെക്കിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തിട്ടില്ല, ക്യാൻവാസ് ഇല്ലാത്ത ഒരു പാർട്ട്, ആ ഒരു പാർട്ടിൻ്റെ സൈഡിലേക്ക് കൂടെ ഒന്ന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ എക്സ്ട്രാ വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് ഒഴിവാക്കുക. അതിനുശേഷം ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിതൊന്ന് നല്ല വശത്തേക്കൊന്ന് മറിച്ചിട്ടിട്ട് ഒന്ന് അയൺ ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ അരികിലൂടെ ഒന്ന് സ്റ്റിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇതുപോലെ ഒരു ലേസ് എടുത്തിട്ട് ഞാൻ ഇതിൻ്റെ സൈഡിൽ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതുപോലെ ഇതിൻ്റെ എൻഡിലൂടെ ഈ ലൈസ് കൂടെ ചേർത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ലൈസിന് പകരം പൈപ്പിംഗ് വെക്കാം, അല്ലെങ്കിൽ ബീഡ്സൊക്കെ ഒട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയിൽ വരും. അപ്പോൾ ഇത് ഞാൻ ലൈസൊക്കെ വെച്ചിട്ട് ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്കൊരു പ്ലാക്കറ്റ് വെച്ച് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ബ്ലാക്ക് പീസ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് ഇതിൻ്റെ 4 വശങ്ങളൊന്ന് ഫോൾഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഈ നെക്കിന് സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യണം. എന്നിട്ട് ഈ ഒരു പ്ലാക്കറ്റ് ഈ നെക്കിൻ്റെ സെൻറ്ററിലേക്ക് വെച്ചിട്ട് ഇതിൻ്റെ 2 സൈഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം 3 ഷോ ബട്ടണോടെ ഞാൻ ഈ ഒരു ഫ്രണ്ടിൽ പ്ലാക്കറ്റിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബട്ടണൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നത് മെഷീൻ യൂസ് ചെയ്തിട്ട് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി എൻ്റെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരതൊന്ന് വാച്ച് ചെയ്യണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.